മാതർമേ മസുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजतनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ധൂമ്രലോചൻ എന്നുള്ളതായിട്ടുള്ള സേനാധിപതിയെ സുംഭൻ ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവിയുടെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനൻ ഭസ്മായി എന്ന് പറഞ്ഞു. അങ്ങനെ ഭസ്മമായിട്ടുള്ള സമയത്ത് ഈ ധൂമ്രലോചൻ്റെ മറ്റ് അനുയായികളായിട്ടുള്ള സേനകൾ, ആ സേനകൾ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി ദേവിയോട് എന്നാണ്. അഥ ക്രുദ്ധം മഹാസൈന്യം അസുരാണാമഥാംബികം വവർഷ സായകൈസ്തീക്ഷ്ണൈഃ തഥാ ശക്തിപരശ്വതൈഃ. അഥ അനന്തരം ക്രുദ്ധം മഹാസൈന്യം, ക്രുദ്ധമായിട്ടുള്ള മഹാസൈന്യം, ധൂമ്രലോചൻ്റെ സൈന്യം, അതായത് ധൂമ്രലോചനെ ഭസ്മമാക്കിയപ്പോൾ ഒപ്പം വന്നിരുന്നതായിട്ടുള്ള സൈന്യങ്ങൾ അനവധി പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ധൂമ്രലോചന ആദ്യം തന്നെ ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ദേവിയുടെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനൻ മരിച്ചു. പക്ഷേ സേനകൾ അപ്പോൾ യുദ്ധത്തിന് തങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ധൂമ്രലോചനെ ഭസ്മമാക്കിയപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വന്നു. അധികം ക്രുദ്ധന്മാരായിട്ടുള്ള ആ സൈന്യങ്ങളൊക്കെ തന്നെ, ക്രുദ്ധം മഹാസൈന്യം അസുരാണാം മഹാസൈന്യം, അസുരന്മാരുടെ ആ മഹാസൈന്യം അംബികയെ വർഷിച്ചു. എങ്ങനെ? സായകൈഹി, സായകങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് വർഷിച്ചു എന്നാണ്. ധാരാളം എല്ലാവരും കൂടിയിട്ട് 60,000 സൈന്യങ്ങളാണ് ഒപ്പം പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 60,000 പേരും കൂടിയിട്ട് അസ്ത്രങ്ങൾ ചെയ്യാനും വേറെ ആയുധങ്ങൾ പ്രയോഗിക്കാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ അസ്ത്രങ്ങളെ കൊണ്ട് അങ്ങോട്ട് വർഷിച്ചു, അസ്ത്രങ്ങൾ വർഷിച്ചു ഈ ദേവിയുടെ മേലേക്ക് എന്നാണ്. വർഷ സായകൈഹി തീക്ഷ്ണൈഹി, തീക്ഷ്ണങ്ങളായിട്ടുള്ള സായകങ്ങളെ കൊണ്ട്, വളരെ മൂർച്ചയുള്ളതായിട്ടുള്ള സായകങ്ങളെ കൊണ്ട് ദേവിയെ, അംബികയെ വർഷിച്ചു എന്നാണ്. അംബികയുടെ മേത്തേക്ക് ധാരാളം സായകങ്ങൾ അയച്ചു. തഥാ ശക്തിപരശ്വതൈഹി, സായകങ്ങൾ മാത്രമല്ല, അസ്ത്രങ്ങൾ മാത്രമല്ല, ശക്തി, വേല്, പരശ്വതം, മഴു, ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് അനവധി ആയുധങ്ങൾ ഓരോരോ ഭടന്മാരും ഓരോരോ തരത്തിലുള്ള ആയുധങ്ങൾ വർഷിച്ചു എന്നാണ്. അതോ ധൃതസടകോപാത് കൃത്വാ താദം സുഭൈരവം ചചാരാസുരസേനായാം സിംഹോ ദേവ്യാ സുവാഹനഃ. അത അനന്തരം ധൂതസടഃ ദേവ്യാः വാഹനഃ സിംഹഃ, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം, ദേവിയുടെ വാഹനമായിട്ടുള്ളത് സിംഹമാണല്ലോ. ആ സിംഹം, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ചചാര സഞ്ചരിച്ചു. എവിടെ? അസുരസേനായാം, അസുരസൈന്യങ്ങളുടെ ഇടയിൽ, സേനായാം സേനയിൽ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ആ അസുരസേനയിൽ മുഴുവൻ ഞങ്ങൾ വിഹരിച്ചു ഈ സിംഹം എന്നാണ്. എങ്ങനെ? ധുതസടഹ, സട കുലുക്കിക്കൊണ്ട്, അതായത് സട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചിരോമം, അത് കുലുക്കിക്കൊണ്ട്, രോമം സട കുലുക്കിക്കൊണ്ട് സഞ്ചരിച്ചു എന്നാണ്. കോപാത്, എന്താണ് ഈ സട കുലുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോപം വരുമ്പോഴാണ് സട കുലുക്കൽ. അങ്ങനെ കോപാത് ധുത സടഹ, കോപം കൊണ്ട് സട കുലുക്കിക്കൊണ്ട് കൃത്വാ നാദം സുഭൈരവം, സുഭൈരവം നാദം കൃത്വാ, അത്യധികം ഭൈരവമായിട്ടുള്ള ഭീകരമായിട്ടുള്ള നാദം ചെയ്തുകൊണ്ട്, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് സേനായാം ചചാര, അസുരസേനയിൽ സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ അതായത് കോപം കൊണ്ട് വിറച്ചും കൊണ്ട് ഈ അസുരസൈന്യത്തിൽ മുഴുവനെ ചാടി നടന്നടങ്ങി സിംഹം എന്നുള്ളതാണ്. കാംശ്ചിത് കരപ്രഹാരേണ ദൈത്യാന അസ്യേന ചാപരൻ ആക്രമ്യ ചരണേനാന്യൻ ജഘാന ച മഹാസുരൻ. കാംശ്ചിത് അസുരാൻ, ചില അസുരന്മാരെ, കാൻ പ്ലസ് ചിത്ത് എന്നാവുമ്പോഴാണ് കാംശ്ചിത് എന്ന് പറയുന്നത്.
കാംശ്ചിത് ഏതാനും ചില അസുരന്മാരെ, മഹാസുരന്മാരെ കരപ്രഹാരേണ കൈകൊണ്ട് പ്രഹരിച്ചിട്ട്, കൈകൊണ്ട് വെച്ചാൽ മുൻപിലത്തെ കാല് എന്നുള്ളതാണ്, കൈ മൃഗങ്ങളുടെ അങ്ങനെയാണല്ലോ. കരപ്രഹാരേണ കാലുകൊണ്ട് പ്രഹരിച്ചിട്ട്, കരം വെച്ചാൽ കൂടെ കയ്യെന്നാണ് അർത്ഥം, അതായത് മുൻകാലുകൾ കൊണ്ട് പ്രഹരിച്ചിട്ട് ചിലരെ കൊന്നു. ദൈത്യാൻ ആസ്യേന ചാപരാൻ, അപരാൻ വേറെ ചിലരെ, അപരാൻ വേറെ ചില ദൈത്യന്മാരെ, ദൈത്യാൻ അപരാൻ ദൈത്യാൻ വേറെ ചില ദൈത്യന്മാരെ ആസ്യേന മുഖം കൊണ്ട് അടിച്ചിട്ടാണ് വേറെ ചിലരെ വധിച്ചത് എന്നാണ്. ആക്രമ്യ ചരണേന അന്യാൻ വേറെ ചിലരെ ചരണേന ആക്രമ്യ കാലുകൊണ്ട് ആക്രമിച്ചിട്ടും, ചരണേന അന്യാൻ ജഘാനച മഹാസുരൻ ഇങ്ങനെ ആ മഹാസുരന്മാരെ വർദ്ധിച്ചു എന്നാണ്. കേഷാംശ്ചിത് പാടയാമാസ നഖൈ കോഷ്ഠാനി കേസരി തഥാ തലപ്രഹാരേണ ചിരാംസി കൃതവാൻ പൃഥക്. കേഷാംശ്ചിത് ചിലരുടെ പാടയാമാസ നഖൈഹി കോഷ്ഠാനി, നഖൈഹി നഖങ്ങളെ കൊണ്ട്, കോഷ്ഠാനി പാടയാമാസ വയറ് കീറി, വേറെ ചില അസുരന്മാരുടെ വയറ്, കോഷ്ഠാനി വയറ്, പാടയാമാസ കീറി എന്നാണ്. കേഷാംചിത് നഖൈഹി നഖങ്ങളെ കൊണ്ട് വേറെ മറ്റു കുറേ പേരുടെ വയറൊക്കെ കീറി എന്നാണ്. നഖൈ കോഷ്ഠാനി കേസരി, ആ കേസരി ആ സിംഹം വേറെ ചിലരുടെ വയറ് ഉദരം നഖങ്ങളെ കൊണ്ട് കീറി എന്നാണ്. തഥാ തലപ്രഹാരേണ ശിരാംസി കൃതവൻ പൃഥക്. തഥാ അപ്രകാരം തന്നെ തലപ്രഹാരേണ കയ്യിൻ്റെ തലം കൊണ്ട് ഉള്ളം കൈ കൊണ്ട് എന്നുള്ളത്, അതായത് കാലുകൊണ്ട് തന്നെ മുൻകാലുകൾ കൊണ്ട്, തലപ്രഹാരേണ അതുകൊണ്ടുള്ളതായിട്ടുള്ള പ്രഹാരം കൊണ്ട്, അടി കൊണ്ട്, ശിരാംസി കൃതവാൻ പൃഥക്, ശിരാംസി പൃഥക് കൃതവാൻ, ശിരാംസി ശിരസ്, പൃഥക് കൃതവാൻ വേറെയാക്കി, വേറെ കൈകൊണ്ട് അടിച്ചിട്ട് വേറെ അസുരന്മാരുടെ ശിരസ് വേറെയാക്കി എന്നാണ്. ഇങ്ങനെ ഓരോ തരത്തിലും ഈ സിംഹം ശക്തനായിട്ടുള്ള സിംഹമാണ്. അത് ഈ അസുരന്മാരുടെ സൈന്യത്തിൻ്റെ നടുക്ക് കൂടെ അങ്ങടും ഇങ്ങടും സഞ്ചരിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഈ അസുരന്മാരെ വധിച്ചു എന്നാണ്. വിച്ഛിന്ന ബാഹുശിരസ കൃതാസ്തേന തഥാപരേ പവൗചരുധിരം കോഷ്ഠാദന്യേഷം ദുതകേസര. വിച്ഛിന്ന ബാഹുശിരസ വിച്ഛിന്നമായിട്ടുള്ള, കീറപ്പെട്ടതായിട്ടുള്ള, ഛിന്നമാക്കപ്പെട്ട, മുറിക്കപ്പെട്ട, ബാഹുശിരസ ബാഹുക്കൾ, ശിരസ്സുകൾ, ചിലരുടെ തല വേർപെട്ടു, ചിലരുടെ ബാഹുക്കൾ വേർപെട്ടു, അങ്ങനെ. വിച്ഛിന്ന ബാഹുശിരസ കൃതാസ്തേന തഥാപരേ വേറെ ചില അസുരന്മാർ ഇപ്രകാരമാക്കപ്പെട്ടു, കൃതാഹ ഇപ്രകാരം ചെയ്യപ്പെട്ടു, തേന ആ സിംഹത്താൽ, വിച്ഛിന്ന ശിരസ വിച്ഛിന്ന ബാഹുശിരസ വിച്ഛിന്നമായിട്ടുള്ള ബാഹുക്കളോടും ശിരസ്സുകളോടും കൂടിയവരാക്കി ചെയ്യപ്പെട്ടു. അതായത് വേറെ ചിലരുടെ കൈ വെട്ടി, വേറെ ചിലരുടെ തല വെട്ടി, അങ്ങനെ ഒക്കെ മുറിച്ചു എന്നുള്ളതാണ്. പപൗചരുധിരം കോഷ്ഠാദന്യേഷം ധുതകേസര പിന്നെയും ആ കേസരങ്ങളെ ഇളക്കിക്കൊണ്ട് ആട്ടിക്കൊണ്ട് വിച്ഛിന്ന ബാഹുശിര അത് കഴിഞ്ഞു. പപൗ രുധിരം കോഷ്ഠാദ് അവരുടെ വയറ്റിൽ നിന്ന്, വയറ് കീറി എന്ന് പറഞ്ഞുല്ലോ, ആ വയറ്റിൽ നിന്ന് രുധിരം രക്തം പപൗ പാനം ചെയ്തു, കുടിച്ചു. ആ ആളുകളുടെ അസുരന്മാരുടെ വയറ്റിൽ നിന്നുള്ളതായിട്ടുള്ള രക്തം കുടിച്ചു ഈ സിംഹം എന്നാണ്. പപൗച രുധിരം കോഷ്ഠാദ് അന്യേഷാം തുതകേസര അന്യേഷാം അസുരാണ് വേറെ ചില അസുരന്മാരുടെ വയറ്റിൽ നിന്ന് രക്തം കുടിച്ചു എന്നാണ്. ധൃതകേസര അപ്പോഴും കേസരങ്ങൾ അട്ടിക്കൊണ്ട്, അതായത് കേസരങ്ങൾ ആട്ടുക എന്നുള്ളത് ആ കോപത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ കേസരങ്ങൾ ആട്ടിക്കൊണ്ട് വേറെ ചിലരുടെ വയറ്റിൽ നിന്നുള്ളതായിട്ടുള്ള രക്തം പാനം ചെയ്തു എന്നാണ്. ഇങ്ങനെ സിംഹം ആണ് കുറേ നേരം ബാക്കി അസുരന്മാരോട് യുദ്ധം ചെയ്തത്. ഈ ധൂമ്രലോചനൻ ദേവിയുടെ നോട്ടം കൊണ്ട് തന്നെ ഭസ്മമായി, ആ ഹുങ്കാരം കൊണ്ട് നഷ്ടമായി, മരിച്ചു. അപ്പോൾ ബാക്കിയുള്ള സൈന്യങ്ങളുടെ ഇടയിലേക്ക് ഈ കേസരി സിംഹം ചാടി വീണു. അതിൽ ദേവിയെ അസ്ത്രങ്ങൾ കൊണ്ട് ചൊരിയാൻ തുടങ്ങിയപ്പോൾ സിംഹം ആ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ചാടി വീണിട്ട് അവരെ പല വിധത്തിലായിട്ട് വധിച്ചു എന്നാണ്.
സർവമംഗളമംഗല്യേ ശിവേ സർവർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.